ഞാൻ നട്ടുപിടിപ്പിച്ച കുറച്ച് ചീര ഉണ്ടായിരുന്നു. ചീര കുറച്ചേ ഉള്ളായിരുന്നേ. ഒരു മത്ത വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ 5-6 ഇലയും പയറിൻ്റെ ഇലയും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കും. ഒരു തോരൻ വെക്കാമെന്നും പറഞ്ഞു. പിന്നെ ചട്ടി അടപ്പേ വെച്ച് ചൂടാക്കി എണ്ണ ഇവിടെ 5-6 കടുക് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ ചീര മഴ സമയത്തല്ല എപ്പോഴായാലും ഈ ചീരവർഗ്ഗങ്ങളൊക്കെ തിന്നുന്നത് നല്ല ശരീരത്തിന് നല്ലതാണ്. അത് നമ്മൾ വെച്ച് പിടിപ്പിച്ച് മായം ചേരാത്ത ചീരകളും പയറിൻ്റെ ഇലയും മത്തയുടെ ഇലയൊക്കെ തോരൻ വെച്ചാൽ നല്ലതായ എനർജി കിട്ടും. അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വാടും. അത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒരു ആവി തട്ടിയാൽ മതി ചീര വാടാൻ. ഇനി അതിൻ്റെ അരപ്പെല്ലാം റെഡിയാക്കാം. അങ്ങനെ ചീരയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ തിരുമ്മി അങ്ങ് ഇടുക കേട്ടോ, അല്ലാതെ ചതയ്ക്കത്തില്ല. ഒന്നാമത് ഇപ്പം മഴ പരുവല്ലയോ, അപ്പോൾ ചീരയ്ക്ക് അങ്ങ് ഭയങ്കര വെള്ളമാണ്. അന്നേരം ഇതിങ്ങനെ ഇട്ടാങ്കിൽ തേങ്ങ ചതഞ്ഞ് പോകുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞിരിക്കും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ശകലം ജീരകപ്പൊടി, കുറച്ച് ഉപ്പിട്ടായിരുന്നു ചീര വെക്കണം. ഞാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴാണ് ഉപ്പിടുന്നത്. കുഴപ്പമില്ല, ഉപ്പിട്ടാലും മതി. ഇപ്പം മഴ പരുവായതുകൊണ്ട് ഇതിനെല്ലാം നല്ല വെള്ളമയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണക്ക സമയത്താണെങ്കിൽ ഒന്ന് ആവി കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചിക്കി തോർത്തുമ്പോൾ നല്ലതുപോലെ ഇച്ചിരി നേരം ഇവിടെ ഇരുന്ന് ഇതിൻ്റെ വെള്ളമയം ഒന്ന് പറ്റി തോരണം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. അങ്ങനെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ചീരയുണ്ട്, മത്തയുടെ ഇലയുണ്ട്, പയറിൻ്റെ ഇലയുണ്ട്, കോവലിൻ്റെ ഇലയുണ്ട്. ഇത് ഇത്രയും കൂടെ ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അരിഞ്ഞെടുക്കാനാണെങ്കിൽ കൂടുതലെടുക്കാൻ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് അരിഞ്ഞെടുത്തേക്കുന്നത്. അംഗസംഖ്യ കൂടുതലുള്ളവർക്കാണെങ്കിൽ കൂടുതലെടുത്ത് തോരൻ വെച്ച് കൂട്ടുന്നത് നല്ലതാണ്. കോവയുടെ ഇലയും സൂപ്പറാണ്. മത്തയും പയറ്റിലയും ചീരയും കോവയുടെ ഇലയും കൂടാണ് തോരൻ വെച്ചേക്കുന്നത്. നിങ്ങളും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അറിയിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ബൈ.